ഇന്ന് നമുക്ക് കടലക്കറി വെക്കാം. അതിനായി തലേന്ന് രാത്രി കുതിർക്കാനിട്ട കടല കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും കടലയ്ക്ക് മുകളിൽ നിൽക്കും വരെ വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് ചൂടായ ശേഷം തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി, പിന്നെ 2 സവോള ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, 2-3 പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഈ പാകമെത്തുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് ഗരം മസാലയും 1 തക്കാളിയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി അരപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കടലയിൽ നിന്നും കുറച്ച് കടല ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള കടല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളയ്ക്കാനായി ഒന്ന് മൂടി വെക്കാം. ഈ സമയം മാറ്റി വെച്ചിരിക്കുന്ന കടല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ സ്ഥാനത്ത് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണം. ഇനി ഒരല്പം ഗരം മസാലപ്പൊടി തൂകുന്നുണ്ട്. ഇനി കടലക്കറിയുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് മറ്റൊരു പാൻ എടുത്ത് അതിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം വറ്റൽമുളക്, ചെറിയ ഉള്ളി ചേർത്ത് ഗോൾഡിഷ് ബ്രൗൺ കളറാക്കാം. ഇനി കറിവേപ്പിലയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കറിയുടെ മുകളിൽ തളിക്കാം. പുട്ടിൻ്റെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി കടലക്കറി റെഡി. ഇവിടെ ഇന്ന് പാലപ്പമാണ് എടുത്തിരിക്കുന്നത്. പാലപ്പത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.